മലയാള സിനിമയുടെ ചരിത്രം തന്നെ തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുകയാണ് തുടരുമെന്ന ചിത്രം എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ചിത്രം മലയാളവും കടന്ന് അന്യഭാഷയിലുള്ള പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് സഞ്ചരിക്കുന്നു. ഒരു മഞ്ഞുമൽ ബോയ്സും ആവേശവും പ്രേമരവും പോലൊക്കെ ഇതര ഭാഷയിലുള്ള പ്രേക്ഷകർ സ്വീകരിക്കുന്ന ഒരു മോഹൻലാൽ സിനിമയെ ഈ അടുത്തിടയ്ക്ക് ഒരു ചിത്രം മാറുന്നുണ്ടെങ്കിൽ അത് തുടരുമാണ്. എന്നിരുന്നാലും എങ്ങും തുടരുമെന്ന ചിത്രത്തിന് ഒരു ടിക്കറ്റ് കിട്ടാൻ ഇല്ല എന്നതാണ് മറ്റൊരു കാര്യം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ നെട്ടോട്ടം ഓടുന്നത്. തിയേറ്ററുകൾ കൂടുതലൊന്നും കിട്ടുന്നതുമില്ല. ഷോകളുടെ എണ്ണം നോക്കുമ്പോൾ വളരെ കുറവും ടിക്കറ്റ് ഡിമാൻഡ് കൂടുതലും ഓരോ തിയേറ്ററുകാരുടെയും ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഒരിടത്തും ടിക്കറ്റ് കിട്ടാനില്ല എന്നത് കാണുകയാണ്. ആദ്യ ദിനം 1500 ഷോകളിലാണ് തുടരുമെന്ന ചിത്രം കളിച്ചിരുന്നതെങ്കിൽ ഇന്ന് മൂന്നാം ദിവസം എത്തുമ്പോൾ 2040 ഷോകളായി വർദ്ധിച്ചിട്ടുണ്ട്. 500+ എക്സ്ട്രാ ഷോകളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും കേരള ബോക്സ് ഓഫീസിൽ റണ്ണിംഗ് ഔട്ട് ഓഫ് സീറ്റ്സ് എന്ന രീതിയിലാണ് തുടരുമെന്ന ചിത്രത്തിന്റെ റെസ്പോൺസ് പോകുന്നത്. ടിക്കറ്റ് കിട്ടാനില്ല, അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് പറയാനുള്ളത്. എന്നാൽ ഇതര ഭാഷയിലേക്കും എത്തി നിൽക്കുന്ന തുടരുമെന്ന മോഹൻലാൽ ചിത്രത്തെ വാനോളം പുകഴ്ത്തിയാണ് അന്യഭാഷയിലുള്ള പ്രേക്ഷകർ. പലരും റെക്കമെൻഡ് ചെയ്ത് അവർ കാണാൻ എത്തുകയാണ്. അവർക്ക് ആ ചിത്രം കാണുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ. കാരണം തുടരും റെസ്റ്റ് ഓഫ് ഇന്ത്യ ആദ്യ ദിനം 90 ലക്ഷമായിരുന്നു കിട്ടിയത്. അതൊരു ഗംഭീര കണക്കായിരുന്നു. എന്നാൽ രണ്ടാം ദിവസം എത്തിയപ്പോൾ 2.40 കോടിയിലേക്ക് വർദ്ധിച്ചു. ഒരു ഞെട്ടിപ്പിക്കുന്ന സംഖ്യയിലേക്ക് തുടരുമെന്ന ചിത്രം എത്തുകയാണ്. അങ്ങനെ 3.30 കോടിയാണ് 2 ദിവസം കഴിയുമ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും മാത്രം തുടരുമെന്ന ചിത്രം നേടിയിരിക്കുന്നത്. ഏതാണ്ട് 166.67% ജമ്പാണ് രണ്ടാം ദിവസം ഈ മോഹൻലാൽ സിനിമ നടത്തിയിരിക്കുന്നത്. API ഫിലിംസ് ആണ് ഓൾ ഓവർ ഇന്ത്യയിൽ തുടരുമെന്ന ചിത്രത്തെ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ഷോകൾ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് ഇവരുടെ ടീം. കാരണം ഡിമാൻഡ് കൂടുന്നു. ഓരോ ആൾക്കാരും അവരുടെ റിവ്യൂ അനുസരിച്ച് പലരും കാണാൻ ചെല്ലുന്നു. അവർക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു മോഹൻലാൽ ചിത്രം കിട്ടുന്നു. മോഹൻലാലിന് അപ്രിസിയേഷൻ വരുന്നു, ഗംഭീരമായി സ്വീകരിക്കുന്നു. അന്യഭാഷയിലേക്കും തുടരുമെന്ന ചിത്രം സഞ്ചരിക്കുകയാണ് ഈ ലെവലിൽ. കഴിഞ്ഞ ദിവസം പോലും തുടരുമെന്ന ചിത്രത്തിന് ലേറ്റ് നൈറ്റ് ഷോകളുടെ എണ്ണം എന്ന് പറയുന്നത് 333 എമ്പുരാൻ ഇറങ്ങിയ സമയത്ത് ലേറ്റ് നൈറ്റ് ഷോ രണ്ടാം ദിവസം വന്നത് 390 ആയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ തുടരുമെന്ന ചിത്രത്തിന് ലഭിക്കുന്നത് കുറച്ചും കൂടി എക്സ്ട്രാ പോസിറ്റീവ് സ്ഥാനമാണ്. കാരണം എമ്പുരാനെ പോലെ വലിയ റിലീസ് അല്ലായിരുന്നു, ഒരു കൊച്ചു ചിത്രം. അതിന് കിട്ടുന്ന റെസ്പോൺസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു ഗംഭീര കണക്ക് തന്നെയെന്ന് ട്രാക്കർമാർ പറയുകയാണ്. ചിത്രം എങ്ങു നിന്നും ഒരു ബ്ലോക്ക് ബാസ്റ്റർ സ്റ്റാറ്റസ് ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ട്രാക്കർമാർ പറഞ്ഞുകൊണ്ടുവരുന്നതും. എന്നാലും രജപുത്ര ഇതിന്റെ പ്രൊഡക്ഷൻ ടീം ചിത്രത്തിന് കൂടുതൽ തിയേറ്ററുകൾ അനുവദിക്കുന്നില്ല എന്നതാണ് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പമായി ട്രാക്കർമാർ പറയുന്നത്. ഇനിയെങ്കിലും അനുവദിക്കൂ എന്ന കാര്യങ്ങൾ അവർ എടുത്തു പറയുന്നു. കാരണം എല്ലായിടത്തു നിന്നും തുടരുമെന്ന ചിത്രത്തിന് വലിയ ഡിമാൻഡ് വരുന്നു. എന്നാൽ പുതിയ തിയേറ്ററുകൾക്ക് ചിത്രം പ്രദർശിപ്പിക്കാനുള്ള ലൈസൻസ് കൊടുക്കുന്നില്ല എന്ന റിപ്പോർട്ടുകളാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ രജപുത്ര രഞ്ജിത്തിനെ ടാഗ് ചെയ്തുകൊണ്ട് ഈ ഇഷ്യൂ പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ എത്തുകയാണ്. അത്രയ്ക്ക് വലിയ ഡിമാൻഡ്. കേരള ബോക്സ് ഓഫീസിൽ തന്നെ സാറ്റർഡേ കഴിഞ്ഞപ്പോൾ ഈ ചിത്രം 40% വർധനയാണ് രേഖപ്പെടുത്തിയത്. 6.70 കോടിയാണ് 1801 ഷോകളിൽ നിന്നും ഈ ചിത്രം നേടിയെടുത്തിരിക്കുന്നത്. ഏതാണ്ട് 87% ഒക്യുപ്പൻസിയും രേഖപ്പെടുത്തി. 4.21 ലക്ഷം അഡ്മിഷനാണ് അന്നേ ദിവസം രേഖപ്പെടുത്തിയതും. ഈവനിങ്ങും നൈറ്റ് ഷോയിലുമാണ് ഏറ്റവും വലിയ കളക്ഷൻ ഉണ്ടാകുന്നത്. 4.25 കോടിയാണ് ഈവനിങ് നൈറ്റ് ഷോകൾ വെച്ച് നേടിയെടുത്തിരിക്കുന്നത്. സാറ്റർഡേ മാത്രം തുടരുമെന്ന ചിത്രം നേടിയത് 7.13 കോടിയാണെന്ന് ട്രാക്കർമാർ പറയുന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇന്നത്തെ ദിവസവും അതിലും വലിയൊരു സംഖ്യ വന്നേക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഷോകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്, എന്നാലും ഡിമാൻഡ് ചെയ്യുന്ന അത്രയും ഷോകളുടെ എണ്ണം വന്നിട്ടില്ല. എല്ലായിടത്തും ടിക്കറ്റ് ഫുള്ളാണ്. ഒരിടത്ത് പോലും ടിക്കറ്റ് കിട്ടാൻ ഇല്ല എന്നതും ട്രാക്കർമാർ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ തന്നെ സാറ്റർഡേ എടുത്ത കളക്ഷനെ സൺഡേയിൽ മറികടന്നു എന്ന വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കുന്നുണ്ട് ട്രാക്കർമാർ. എക്സ്ട്രാ ഓർഡിനറി ഒക്യുപ്പൻസിയാണ് എല്ലായിടത്തും രേഖപ്പെടുത്തുന്നത്. തുടരുമെന്ന ചിത്രത്തെ സംബന്ധിച്ച് ബോക്സ് ഓഫീസിൽ ഒരു മോൺസ്റ്റർ സൺഡേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ട്രാക്കർമാർ എത്തുന്നത്. ഒരു മോഹൻലാൽ ചിത്രത്തിന് പോസിറ്റീവ് വന്നാൽ എന്താണ് സംഭവിക്കുക എന്നത് തന്നെയാണ് ഈ കാര്യങ്ങളിലൂടെ ട്രാക്കർമാർ നിരത്തി വെക്കുന്നത്. എന്തായാലും പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലാണ് തുടരുമെന്ന ചിത്രത്തിന്റെ റൺ നടക്കുന്നതും. ഇത് ഓരോ പ്രേക്ഷകനും അത്ഭുതങ്ങളാണ് സമ്മാനിക്കുന്നത്. മലയാള സിനിമയുടെ ആദ്യം 100 കോടി നേടിയെടുക്കാൻ അയാൾക്ക് വേണ്ടി വന്നത് 35 ദിവസങ്ങൾ ആയിരുന്നു. പിന്നീട് ലൂസിഫർ അയാൾ 100 കോടിയിൽ എത്തിച്ചത് 12 ദിവസങ്ങൾ കൊണ്ടും. എന്നാൽ എമ്പുരാൻ 100 കോടി നേട്ടത്തിന് അയാൾക്ക് വേണ്ടി വന്നത് 2 ദിവസം മാത്രമായിരുന്നു. ഇന്നിപ്പോൾ തുടരും 100 കോടിയിൽ എത്താൻ പോകുന്നത് വെറും 5 ദിവസങ്ങൾ കൊണ്ടായിരിക്കുമെന്നാണ് ട്രാക്കർമാരുടെ റിപ്പോർട്ടുകൾ. ഇനി ദൃശ്യം 3 ഇറങ്ങുമ്പോൾ ചിലപ്പോൾ വെറും ഒറ്റ ദിവസം കൊണ്ട് തന്നെ അയാൾ ആ നേട്ടം കൊയ്തെന്നിരിക്കും. മലയാള സിനിമ അന്നും ഇന്നും എന്നും അയാളുടെ കൈപ്പിടി മാത്രമാണ് വളർന്നിട്ടുള്ളത്. 100 കോടി ക്ലബ്ബുകളുടെ തമ്പുരാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആരാധകർ സോഷ്യൽ മീഡിയയിൽ എത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഇതൊക്കെയാണ് ബോക്സ് ഓഫീസിൽ നടക്കുന്നത് എന്ന ട്രാക്കിംഗ് റിപ്പോർട്ടുകളാണ് വരുന്നത്. കാരണം തുടരുമെന്ന ചിത്രത്തിന്റെ ആദ്യ സൺഡേ കേരള ബോക്സ് ഓഫീസിൽ ഏതാണ്ട് 7.25 കോടിയാണ് നേടിയിരിക്കുന്നത് എന്ന ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. 1956 ട്രാക്ഡ് ഷോകളുടെ റിപ്പോർട്ടുകളാണ്
റിപ്പോർട്ടാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഏതാണ്ട് ഒടിയന്റെ ആദ്യ ദിവസം നേടിയ കണക്കാണ് തുടരുമെന്ന ചിത്രം മൂന്നാം ദിവസമായ സൺഡേ നേടിയിരിക്കുന്നത്. ഒരു ഇൻസെയിൻ ബോക്സ് ഓഫീസ് കണക്കാണ് അവരുടെ മുന്നിലേക്ക് വരുന്നത്. തുടരും 2 ദിവസം കൊണ്ട് തന്നെ 25.20 കോടി വേൾഡ് വൈഡിൽ നിന്നും നേടിയെന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. 3 ദിവസം കൊണ്ട് 50 കോടി എന്ന രീതിയിലാണ് ഇപ്പോൾ കണക്ക് വന്നിരിക്കുന്നത് എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് 65 കോടിയാണ് ഓപ്പണിംഗ് വീക്കെൻഡിൽ പ്രതീക്ഷിക്കുന്നതെന്നും ട്രാക്കർമാർ പറയുന്നുണ്ട്. എക്സാക്ട് നമ്പർ ഇന്നേ ദിവസം നമുക്ക് കിട്ടും. ഇതൊക്കെ നിൽക്കുമ്പോഴും ആദ്യ തിങ്കളാഴ്ച എത്തുമ്പോൾ അഡ്വാൻസിലൂടെ നേടിയിരിക്കുന്ന കണക്ക് കൂടി കഴിഞ്ഞ ദിവസം അവർ പുറത്തുവിട്ടിരുന്നു. ഏതാണ്ട് 4.20 കോടിയാണ് അഡ്വാൻസിലൂടെ തിങ്കളാഴ്ച നേടിയിരിക്കുന്നത്. തുടരും 2.60 ലക്ഷം ടിക്കറ്റുകളാണ് അതുമായി ബന്ധപ്പെട്ട് വിറ്റിരിക്കുന്നത്. 2.60 ലക്ഷം അഡ്മിഷൻ രേഖപ്പെടുത്തുന്നു. ഓക്യുപ്പൻസി ഏതാണ്ട് 58%. എക്സ്ട്രാ ഓർഡിനറി റിപ്പോർട്ടാണ് ആദ്യ തിങ്കളാഴ്ച പോലും തുടരുമെന്ന ചിത്രത്തിന് ലഭിക്കുന്നത്. എമ്പുരാന് ശേഷം മോഹൻലാൽ വീണ്ടും ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിക്കുന്ന കാഴ്ച. വെറും 3 ആഴ്ചയ്ക്ക് മുന്നെയാണ് മലയാള സിനിമ ഇൻഡസ്ട്രി കൊണ്ടാടിയ പടമായിരുന്നു എമ്പുരാൻ. ടിക്കറ്റ് കിട്ടാതെ പാതിരാത്രിയും പുലർച്ചെയും പോലും തിയേറ്ററിന് മുന്നിൽ നിൽക്കുന്ന ജനക്കൂട്ടം. മലയാള സിനിമ ഇന്നോളം സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത റെക്കോർഡുകൾ ഓരോ ദിവസവും തകർക്കപ്പെട്ടു. അന്യഭാഷയിലെ സൂപ്പർ താരങ്ങൾ പോലും എമ്പുരാൻ നേടിയ കളക്ഷനെ തൊടാൻ പറ്റാതെ നിന്നു. മലയാളത്തിലെ ഏറ്റവും വലിയ പണം വാരിയ പടമായി മാറി. മലയാള സിനിമയുടെ അഭിമാനമായി മാറി. എത്ര പെട്ടെന്നാണ് ആ എമ്പുരാൻ ഒരു മോശം സിനിമയായി പലർക്കും മാറിയത് എന്ന് നോക്കൂ. അന്ന് റിവ്യൂസ് മിക്സഡ് ആയിരുന്നു. എങ്കിലും കൂടുതലും എബോ ആവറേജിലും ഗുഡ് ലെവൽ തന്നെ ആയിരുന്നു. തുടരും തുടങ്ങിയപ്പോൾ നരേറ്റീവ് മാറി. എമ്പുരാൻ മോശം സിനിമയായി. പൃഥ്വിരാജ് മോശം സംവിധായകനായി. തരുൺമൂർത്തിയുടെ അടുത്ത് ട്യൂഷൻ പോണം എന്ന് വരെ ചിലർ പറഞ്ഞിട്ടോടുന്നു. ഹേറ്റേഴ്സ് പൊക്കിക്കൊണ്ട് വന്ന ഈ ഒരു സംഭവത്തിൽ ഫാൻസ് പോലും പോയി വീണു എന്നതാണ് ദുഃഖകരം. എന്തൊക്കെ പറഞ്ഞാലും മലയാളം സിനിമയിൽ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ഒരു ഗ്രാൻഡ് കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ് ആണ് എമ്പുരാൻ. മലയാള സിനിമയ്ക്ക് അതിന്റെ മാർക്കറ്റ് റേഞ്ച് എന്താണെന്ന് കാണിച്ചു തന്ന പടം. അന്യഭാഷാ നടന്മാരുടെ കയ്യിൽ ഇരുന്ന കേരളത്തിലെ റെക്കോർഡുകൾ മലയാള സിനിമയുടെ കയ്യിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന പടം. പരിപ്പുവട സെറ്റപ്പ് മാറ്റി മലയാളത്തിൽ ക്യാഷ് മുടക്കി പടമെടുക്കാൻ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും കോൺഫിഡൻസ് നൽകുന്ന സിനിമ. ഇതൊക്കെ കൂടി നമ്മൾ ഈ അവസരത്തിൽ പറയണം. കാരണം തുടരുമെന്ന ചിത്രത്തിന് ഗംഭീര റിസപ്ഷൻ കിട്ടിയപ്പോൾ അവർ അടിച്ചു താക്കാൻ നോക്കിയത് ഒരു എമ്പുരാനെയാണ്. എന്നാൽ എമ്പുരാൻ വേറെ ലെവലിൽ നമ്മുടെ ഇൻഡസ്ട്രിയെ ടോപ്പിലെത്തിച്ച ചിത്രമാണ്. എന്നാൽ പ്രേക്ഷകരുടെ ഏറ്റവും വലിയ അഭിപ്രായം നേടിയ തുടരുമെന്ന ചിത്രം അതിന് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് മിസ്സായ ഒരു മോഹൻലാലിനെ കിട്ടി എന്നതാണ്. ഇതുപോലുള്ള സിനിമകളാണ് മോഹൻലാൽ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ തന്നെ ഇതുപോലുള്ള ഇൻഡസ്ട്രിയെ മാറ്റിമറിക്കുന്ന ഹെവി ബജറ്റ് സിനിമകളും നമ്മുടെ ഇൻഡസ്ട്രിയിൽ പിറക്കേണ്ടതുണ്ട്. 2 സിനിമയും തഴഞ്ഞു കളയാൻ പറ്റില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ചില പ്രേക്ഷകരൊക്കെ. മലയാളത്തിന്റെ വേൾഡ് വൈഡ് ഇൻഡസ്ട്രി ഹിറ്റാണ് എമ്പുരാൻ. നമുക്ക് പഴയ ലാലേട്ടൻ മാത്രം പോരാ, ബ്രഹ്മാണ്ഡ സിനിമകൾ ചെയ്യുന്ന സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെയും വേണമെന്നും അവർ പറയുന്നുണ്ട്. എന്തായാലും തുടരുമെന്ന ചിത്രം ഇൻഡസ്ട്രിയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനി വരുന്ന കാലഘട്ടത്തിൽ പല ചിത്രങ്ങൾക്കും ഒരു സ്റ്റഡി മെറ്റീരിയൽ ആക്കാൻ കഴിയും. കാരണം ആ ചിത്രം പ്രസന്റ് ചെയ്ത മാർക്കറ്റ് ചെയ്ത രീതിയൊക്കെ ഒന്ന് നോക്കി വെക്കേണ്ടതാണ്. കൂടാതെ ഇങ്ങനെ വന്നാൽ ബോക്സ് ഓഫീസിന് എന്ന് സംഭവിക്കുമെന്നും മോഹൻലാൽ എന്ന താരത്തെ എങ്ങനെ ഉപയോഗിക്കാമെന്നും കാണിച്ചു തരുന്നു. ഇനിയിപ്പോൾ ഈ ജോണർ പിടിച്ച് പല സിനിമകളും എത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.